കുവൈറ്റിൽ തിരിച്ചടിച്ച് ഇറാൻ. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് വൻതോതിൽ നാശനഷ്ടം ഉണ്ടായി. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചു. അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. അമേരിക്കയുടെ ഭീഷണിയും സമുദ്രപാതകളിലെ ഇടപെടലുകൾ തുടരുന്നിടത്തോളം കാലം ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം രാവിലെ അമേരിക്ക ഇറാനിൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ ഖേഷം ദ്വീപിൽ 2 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തുവന്നു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോൾ ഇറാൻ കാര്യമായി തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. വലിയ തിരിച്ചടി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോർദാനിൽ ആക്രമണമുണ്ടായി, സൗദിയിൽ ആക്രമണമുണ്ടായി, ഇപ്പോൾ കുവൈറ്റിലും ആക്രമണങ്ങൾ സംഭവിക്കുകയാണ്. ഒരു തരത്തിലും ഒരു വിരാമമില്ലാതെ യുദ്ധവും അസമാധാനവും തുടരുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇറാനെ തീർക്കുമെന്ന് ട്രംപിൻ്റെ വെല്ലുവിളി വരുന്നു. എന്നാൽ ഇറാനാകട്ടെ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല. കുവൈറ്റിലേക്ക് നടത്തിയ ആക്രമണം, പ്രത്യേകിച്ച് ഈ വ്യാവസായിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിലേക്ക് ഈ യുദ്ധം മാറുകയാണ്. നേരത്തെ അമേരിക്കയ്ക്ക് ഈ സൈനിക താവളങ്ങൾ നൽകിയ കേന്ദ്രങ്ങളുണ്ട്. അത് കുവൈറ്റ് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ നൽകിയിരുന്നു. ആ പ്രദേശങ്ങളിലേക്കാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആക്രമണം. പലപ്പോഴും ഈ വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക്, ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായെങ്കിലും അത് കൂടുതൽ വ്യാപിപ്പിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നത്. ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം നടന്നത്. അതിന് പ്രകോപനമായത് ഖേഷം ദ്വീപിലേക്ക് നടന്ന ആക്രമണമാണ്. അവിടെ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. കുവൈറ്റിൽ നിന്നാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതെന്ന വിലയിരുത്തലിൻ്റെ, അങ്ങനെ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റിലേക്ക് വീണ്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. അതേസമയം ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. കപ്പൽ മേഖല അത് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൊളംബോയിൽ നിന്ന് ഏതാണ്ട് 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിയിരുന്ന കപ്പലുകൾ, അവിടെ തുറമുഖങ്ങളിലേക്ക് അടുത്തിരുന്ന കപ്പലുകൾ ഇപ്പോൾ മാസങ്ങളായാലും എത്താത്ത അവസ്ഥയിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണ്. യാത്ര എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം ഈ കമ്പനികളെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് കൂടുതൽ പണം വാങ്ങാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ഇത് വലിയ വലിയ വ്യവസായികളെ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നതാണ്. കപ്പൽ ഗതാഗതം വലിയ ചെലവേറിയ ഒന്നായി മാറുന്നുണ്ട്. ഹോർമൂസിൽ തങ്ങൾക്കുള്ള അധികാരം വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാനുള്ളത്. ഒമാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കപ്പലുകൾ പോകുമ്പോഴും വരുമ്പോഴും ഒമാനും ഇറാനുമായി അതിൽ നിന്നുള്ള ഒരു വിഹിതം പിരിക്കുന്നു എന്നതാണ്. അത് നിർബന്ധിത പിരിവല്ല. മലാക്ക പോലുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നത് പോലെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഒരു തുക ഈ കപ്പലുകൾ നൽകുക എന്ന ഒരു രീതിയാണ്. പക്ഷേ അതിനും ഇറാൻ വഴങ്ങുന്നില്ല. അമേരിക്കയുടെ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു തരത്തിലും ഇറാൻ അതിന് വഴങ്ങുന്നില്ല. ഹോർമൂസിൻ്റെ പൂർണ്ണമായ അധികാരം തങ്ങൾക്ക് വേണമെന്ന വാദവുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് രഞ്ജിത്ത്. ശരി, അതാണ് വിവരം. ഏതായാലും ഇറാന്റെ തിരിച്ചടി കുവൈറ്റിലാണ്. അതുമാത്രമല്ല, അമേരിക്കയെ സഹായിക്കുന്ന എല്ലാവരെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പും പുറത്തു വരുന്നത്.